കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിലും മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്ന മോക്ക് ഡ്രില്ലിൽ അപായ സൈറൺ മുഴങ്ങിയില്ല. അതേസമയം കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ കൃത്യസമയത്ത് തന്നെ മോക്ക് ഡ്രിൽ നടന്നു. കോഴിക്കോട് PW റെസ്റ്റ് ഹൌസ് അടക്കം 8 സ്ഥലങ്ങളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. 7 ഇടങ്ങളിലും മോക്ക് ഡ്രിൽ കൃത്യമായി നടന്നിരുന്നെങ്കിലും കോർപ്പറേഷനിൽ നടന്ന മോക്ക് ഡ്രില്ലിൽ അപായ സൈറൺ മുഴങ്ങിയിരുന്നില്ല. പകരം സുരക്ഷിതമെന്ന സൈറൺ മാത്രമാണ് മുഴങ്ങിയത്. ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും നേരത്തെ തന്നെ കോർപ്പറേഷനിൽ എത്തിയിരുന്നെങ്കിലും സൈറൺ മുഴങ്ങാത്തതിനാൽ മടങ്ങിപ്പോവുകയായിരുന്നു. ഞാൻ കേട്ടില്ല കേട്ടോ, ശരിക്കും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിവിടെ ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ ഒരു പക്ഷേ അവരെന്താ അവതരിപ്പിക്കും, എല്ലാവരെയും ഒക്കെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മോക്ക് ഡ്രില്ലാണല്ലോ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇവിടെ അവതരിപ്പിക്കുന്ന ഇപ്പൊ ഞാനൊക്കെ വന്ന് നിന്നത്, പക്ഷെ അവരെത്തിയിട്ടില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന ആരോപണവും ഉയരുകയാണ്. കണ്ണൂർ ജില്ലയിൽ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. കൃത്യം 4 മണിക്ക് മുന്നറിയിപ്പിന്റെ അലാം മുഴങ്ങി. തൊട്ടുപിന്നാലെ പോലീസും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്ന് പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി ആംബുലൻസിൽ ആശുപത്രിയിലാക്കുന്ന രീതിയിലായിരുന്നു മോക്ക് ഡ്രിൽ നടന്നത്. മലപ്പുറം ജില്ലയിൽ 10 ഇടങ്ങളിലാണ് സൈറൺ മുഴക്കി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. മുന്നറിയിപ്പിന്റെ അലാം മുഴങ്ങിയതിന് പിന്നാലെ പോലീസും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് അംഗങ്ങളും പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും കൂടാതെ ആളുകളെ ബങ്കറിലേക്ക് മാറ്റുന്നതുമായിരുന്നു മോക്ക് ഡ്രിൽ. വയനാട് 4 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. അടിയന്തര ഘട്ടങ്ങളിൽ പൊതുജനങ്ങൾ സുരക്ഷയ്ക്കായി എന്ത് ചെയ്യണമെന്ന ബോധവൽക്കരണം നൽകുകയായിരുന്നു മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം. ജനം, കോഴിക്കോട്.